എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി.കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്റണിംസ് ആണ്. ഇപ്പോ സിനണിംസ് എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ മീനിങ് ഉള്ള വേർഡ്സുകളാണ് അല്ലെ? ആന്റണിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഒരു വേർഡ് കൊടുത്തിട്ട് അതിന്റെ ആന്റണിം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ. ആന്റണിം പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സിനണിം പഠിക്കുക. ഓക്കെ, സിനണിംസ് മാക്സിമം കവർ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയിട്ട് ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് ആന്റണിംസ് എല്ലാം ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ബൈഹാർട്ട് പഠിക്കുന്ന പരിപാടിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആന്റണിംസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വേർഡ് ഞാൻ ഓരോന്ന് പറയുമ്പോഴും അതിന്റെ സിനണിം നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള സിനണിം ഒക്കെ തന്നെയാണ്. എക്സ്ട്രാവേഗന്റ്. എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആലോചിച്ചിട്ട് പറഞ്ഞേ. എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷ് ആയി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാവിഷ് ആവുക. ലാവിഷ് ആവുക ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ആന്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരണേ? ത്രിഫ്റ്റി അല്ലെ? ത്രിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? പൈസ അറിഞ്ഞ് ചെലവാക്കുന്ന അല്ലെ? പൈസ അറിഞ്ഞ് ചെലവാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ത്രിഫ്റ്റി എന്ന് പറയാ കേട്ടോ. ത്രിഫ്റ്റി. അപ്പൊ എക്സ്ട്രാവേഗന്റിന്റെ ആന്റണിം ത്രിഫ്റ്റി. ബൈ ഹാർട്ട് പഠിക്കല്ല, മനസ്സിലാക്കി. ഇത് ഹൊസ്റ്റൈൽ. ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞാല് യെസ്, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ? അൺഫ്രണ്ട്ലി. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ എന്ന് ആലോചിക്കാം. ഹോസ്റ്റലില് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ഓർക്കാം അല്ലെ? വാർഡനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അൺഫ്രണ്ട്ലി ആണ്. അപ്പൊ ആന്റണിം എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഫ്രണ്ട്ലി അല്ലെ? യെസ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. മൂന്നാമത്തത് സ്റ്റിഞ്ചി. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പിശുക്കുള്ള. അതിന് വേറൊരു വേർഡ് പറയാവോ? സ്റ്റിഞ്ചി ആരെങ്കിലും പറയാവോ? സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാല് ഫ്രൂഗൽ അല്ലെ? ഫ്രൂഗൽ. ഫ്രൂഗൽ എന്ന് പറഞ്ഞാല് സ്റ്റിഞ്ചി. ഓക്കെ, അതായത് പിശുക്കുള്ള. ജനറസ് ആയിട്ടുള്ള. ഓക്കെ എന്ന് പറഞ്ഞാല് ലാവിഷ് ആയിട്ടുള്ള, ജനറസ് ആയിട്ടുള്ള എന്നുള്ളതാണ് അതിന്റെ ആന്റണിയുമായിട്ട് വരുന്നത്. ജനറസ് ആണ് കേട്ടോ. ഇനി സോംബർ. നമ്മുടെ SCERT ഉള്ളതാണ് സോംബർ. എന്താണ് സോംബർ എന്ന് പറഞ്ഞാല്? സോംബർ എന്ന് പറഞ്ഞാല് സാഡ് ആയിട്ടിരിക്കുക, വിഷമിച്ചിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഡൾ ആയിട്ടിരിക്കുക ഓക്കെ എന്നുള്ള മീനിങ് ആണ് സോംബർ. ഓക്കെ, അപ്പൊ അതിന്റെ ആന്റണിം എന്താ? ഡൾ അല്ലാത്ത, വളരെ ചിയർഫുൾ ആയിട്ടിരിക്കുക അല്ലെ? നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. സോംബർ എന്ന് പറയുമ്പോൾ സാമ്പാർ എന്നൊക്കെ ആലോചിക്കാം. എല്ലാ ദിവസവും സാമ്പാർ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഡള്ളാവും എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വെക്കാം. എല്ലാ ദിവസവും സെയിം കറി തന്നെ കഴിക്കുമ്പോൾ ഡള്ളാവും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ സോംബർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡൾ. അതിന്റെ ആന്റണിം എന്താണ്? ചിയർഫുൾ. ഓക്കെ, ചിയർഫുൾ. ഇനി അടുത്തത് എജൈൽ. എജൈൽ ഓർമ്മ വരുന്നുണ്ടോ? എന്തായിരുന്നു എജൈൽ? ജയിലിൽ ചാടാന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? വളരെ ക്വിക്ക് ആയിട്ട് ചാടി എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ എജൈൽ എന്ന് പറഞ്ഞാല് ക്വിക്ക് എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ ആന്റണിം എന്തായിട്ട് വരും? ലെതാർജിക്. ഇനി ലെതാർജിക് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഹാവിങ് ലിറ്റിൽ എനർജി. എനർജി ഒന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ വളരെ എന്താ പറയാ ഡൾ ആയിട്ടിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ലെതാർജിക്. നമുക്ക് ലെത്താർജിക് എന്ന് പറയുമ്പോൾ അലർജിക് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അലർജി ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ ഡൾ ആയിട്ടിരിക്കും, അല്ല അധികം എനർജി ഇല്ലാണ്ടൊക്കെ ഇരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ എജൈലിന്റെ മീനിങ് എല്ലാവരും പഠിച്ചു വെച്ചേക്കാം. എജൈൽ എന്താണ്? ക്വിക്ക് ആണ് അല്ലെ? ക്വിക്ക് ആയിട്ട് ജയിലിൽ ചാടും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്ത് നോക്കിയേ, ബോയ്സ്ട്രസ്. ബോയ്സ്ട്രസ് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ബോയ്സ്ട്രസിന്റെ സിനണിംസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബോയ്സിന് സ്ട്രെസ് വരുമ്പോ അവര് നോയ്സ് ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ബോയ്സ്ട്രസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോയ്സി അല്ലെ? നോയ്സി. അല്ലെങ്കിൽ നമ്മൾ വേറെ വാക്ക് പഠിച്ചു, ക്ലാമറസ്. ക്ലാമറസ്. ആരെങ്കിലും നമ്മൾ ഗ്ലാമർ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉറക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ അതേപോലെ ക്ലാമറസ്, പിന്നെ ബോയ്സ്ട്രസ്, ഇതിന്റെയൊക്കെ മീനിങ് എന്താണ്? നോയ്സി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നോയ്സി ആണ്. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിരിക്കും? സമാധാനമുള്ള അല്ലെ? പീസ് ആണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും വാക്കുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത സ്ലൈഡിലേക്ക് കയറാം കേട്ടോ. എക്സ്ട്രാവേഗന്റ്, ലാവിഷ് ആവുക. ആന്റണിം ത്രിഫ്റ്റി. ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അൺഫ്രണ്ട്ലി. ആന്റണിം ഫ്രണ്ട്ലി. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള, ഫ്രൂഗൽ. അതിന്റെ ആന്റണിം ജനറസ് ആണ്. സോംബർ എന്ന് പറഞ്ഞാൽ ഡൾ ആയിട്ടുള്ള. ആന്റണിം ചിയർഫുൾ. എജൈൽ എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആണ്. അതിന്റെ ആന്റണിം ലെതാർജിക് അല്ലെ? ഇനി ബോയ്സ്റ്ററസ് എന്ന് പറഞ്ഞാല് നോയ്സി, അല്ലെങ്കിൽ ക്ലാമറസ്, അല്ലെങ്കിൽ നമ്മൾ പാൻഡേമോണിയം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നോയ്സി അതിന്റെ ആന്റണിം ആയിട്ട് എന്ത് വരും? പീസ് ആയിട്ട് വരും. ഓക്കെ, ഇത്ര എല്ലാവരും പഠിച്ചോ? സെറ്റ് ആണോ? നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ഓക്കെ, അടുത്തത് ഡുബിയസ് ആണ് കേട്ടോ. ഡുബിയസ്. ഡുബിയസ് എന്ന് പറഞ്ഞാൽ എന്താ?
ഡിയും യുവും ബിയും ഓയും എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഡുബിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, നമ്മുടെ ഡൗട്ടിനകത്തും സ്പെല്ലിംഗ് നോക്കിയേ, DOUBT. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഓയും ബിയും ബിയും ഒക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ, ഡി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ ഡൗട്ട് അടിക്കുന്ന, ഡൗട്ട് എന്നുള്ളൊരു മീനിങ് ആണ് ഡുബിയസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിട്ട് വരും? ഡൗട്ട് ഒന്നും ഇല്ലാത്ത, നല്ല നിശ്ചയമുള്ള അല്ലെ. അപ്പൊ സർട്ടൻ. ഓക്കെ, അതിന്റെ ആന്റണിം എന്തായിട്ടാ വരുന്നത്? സർട്ടൻ ആണ്. ഇതെല്ലാം ആന്റണിംസ് ആണ്. അപ്പൊ അതിന്റെ ആന്റണിം എന്താ വരുന്നത്? സർട്ടൻ ആണ് കേട്ടോ. സർട്ടൻ. ഡുബിയസ് എന്ന് പറഞ്ഞാല് ഡൗട്ട്ഫുൾ. ഇനി അസംബിൾ. അസംബിൾ നമ്മള് അസംബ്ലിക്കൊക്കെ അല്ലെ, അസംബിൾ ചെയ്യാണ്. അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കൂടിച്ചേരുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിട്ട് വരും? ഡിസ്പേഴ്സ് ചെയ്യുക അല്ലെ. എല്ലാവരും ഡിസ്പേഴ്സ് ചെയ്ത് പല വഴിക്ക് പോയി എന്ന് പറയും. അപ്പൊ അസംബിളിന്റെ ആന്റണിം എന്താണ്? ഡിസ്പേഴ്സ്. ഡിസ്പേഴ്സ്. അടുത്തത് വാനിറ്റി. ഇനി വാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാനിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈഡ് ആണ്. അതായത് നമ്മൾ പോമ്പസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ, പൊങ്ങച്ചമുള്ള. ഓക്കെ, പൊങ്ങച്ചം എന്നുള്ളൊരു മീനിങ് ആണ് വാനിറ്റി. അപ്പോ നമ്മുടെ വാനിറ്റി ബാഗ് ഓർക്കുക അല്ലെ. വാനിറ്റി ബാഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ വാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങച്ചുള്ള അല്ലെങ്കിൽ പ്രൈഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അതിന്റെ ആന്റണിയുമായിട്ട് വരുന്നത് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ അടക്കമുള്ള, വിനയമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഹ്യൂമിലിറ്റി കേട്ടോ. ഹ്യൂമിലിറ്റി പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഡുബിയസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, അതിന്റെ ആന്റണിം ഇറ്റ് ഇസ് സർട്ടൻ. അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, അതിന്റെ ആന്റണിം എന്താ? ഡിസ്പേഴ്സ് ചെയ്യുക. വാനിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പോമ്പസ് എന്നൊക്കെ പറയും. പോമ്പസ്, ഫ്ലാറ്ററർ, സൈക്കോഫെന്റ്, ഇതൊക്കെ മൈൻഡിലോട്ട് വരണം കേട്ടോ. അതിന്റെ ആന്റണിം എന്താണ്? ഹ്യൂമിലിറ്റി ആണ്. ഇനി അടുത്ത് നോക്കിയേ, മഡിൽ. മഡിൽ നിങ്ങൾക്ക് പറയാമോ? എന്താണ് മഡിൽ? എന്താണ് മഡിൽ എന്ന് പറഞ്ഞാല്? കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ. നമ്മൾ മഡ് കാണുമ്പോൾ ആകെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ചെളിയൊക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ആ വഴിക്ക് പോണോ ഈ വഴിക്ക് പോണോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ മഡിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ പഠിപ്പിച്ചതാണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് വളരെ ഓർഡർ ആയിട്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്, ഓർഡർ ആണ്. അടുത്ത് നോക്കാം, കംപ്ലേസന്റ്. കംപ്ലേസന്റ് എന്ന് പറഞ്ഞാല് സാറ്റിസ്ഫൈഡ് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് അൺകൺസേൺഡ്. കൺസേൺഡ് അല്ലാത്ത അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ കംപ്ലേസന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കംപ്ലേസന്റ്, കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടി എന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കാം. കംപ്ലേസന്റ്, കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടി. അപ്പൊ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി എന്ന് വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. അപ്പൊ കംപ്ലേസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് സാറ്റിസ്ഫൈഡ്. അതിന്റെ ആന്റണിം ആയിട്ട് പറയുന്ന ഒരു വേർഡ് ആണ് എന്താണ്? അൺകൺസേൺഡ്. ഓക്കെ, അൺകൺസേൺഡ്. ഇനി അടുത്തത് ട്രാൻസിയന്റ് ആണ്. ട്രാൻസിയന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നിമിഷം മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ എഫേമറൽ അല്ലെ. എഫേമറൽ, മൊമെന്ററി, ഷോർട്ട് ലിവ്ഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എഫേമറൽ, എഫ് മാറി വേഗം തന്നെ ജി വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാല് എഫേമറൽ, ഷോർട്ട് ലിവ്ഡ്, മൊമെന്ററി എന്നുള്ളൊരു മീനിങ് ആണ്. ചെറിയൊരു നിമിഷം മാത്രം. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിരിക്കും? ചെറിയൊരു നിമിഷമൊന്നും അല്ല, പെർമനന്റ് ആയിട്ട് അല്ലെ. ആന്റണിം ആയിട്ട് വരുന്ന എന്താണ്? പെർമനന്റ്. പെർമനന്റ്. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ ട്രാൻസിയന്റിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് പെർമനന്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നൊട്ടോറിയസ് ആണ്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ആന്റണിം അല്ല കേട്ടോ, സോറി, ഞാൻ ഇവിടെ സിനണിം ആണ് കൊടുത്തിട്ടുള്ളത്. നൊട്ടോറിയസിന്റെ സിനണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേമസ് ആയിട്ടുള്ള അല്ലെ. നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള, കുപ്രസിദ്ധമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. പോസിറ്റീവ് ആയിട്ടല്ല. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫേമസ്. ഇനി എബ്സേർഡ്. അപ്പൊ നൊട്ടോറിയസ് മാത്രം സിനണിം ആണ്, അതൊന്ന് മാറ്റി പഠിച്ചേക്കുക. ഇനി എബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എബ്സേർഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ? മാത്സിലെ സേർഡ്സും അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ പ്രപ്പോസ്റ്ററസ് അല്ലെ, പ്രപ്പോസിഷനും. പഠിച്ചില്ലെങ്കിൽ ഫൂളിഷ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂളിഷ് അല്ലെ, ഫൂളിഷ്. അപ്പൊ ഫൂളിഷ് അല്ലാത്ത എന്നുള്ള മീനിങ് വരുന്ന ഒരു വേർഡാണ് സെൻസിബിൾ. ഓക്കെ, സെൻസിബിൾ ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് പറയില്ലേ, അതേപോലെ കേട്ടോ. അപ്പൊ എബ്സേർഡിന്റെ ആന്റണിം എന്താണ്? സെൻസിബിൾ. സെൻസിബിൾ. ഓക്കെ, നമ്മുടെ സിനണിംസിന്റെ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനണിംസിന്റെ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, റെപ്രിമെന്റ്. റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യാണ്. റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിജക്ട് ചെയ്യുക. വേണ്ടാന്ന് വെക്കുക, റിജക്ട് ചെയ്യുക. അപ്പോ അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് റിജക്ട് ചെയ്യാണ്ട് പുകഴ്ത്തുക അല്ലെ. പുകഴ്ത്തുക നമ്മുടെ ഏത് കോംപ്ലിമെന്റാ? ഉള്ള കോംപ്ലിമെന്റ് അല്ലെ. എന്നെ പുകഴ്ത്തി, ഐ എന്ന് പറയുമ്പോൾ ഞാൻ, അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തി എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ വേർഡ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. എല്ലാവരും കൂടെ തന്നെ പഠിച്ചു പോവാ. ഡുബിയസ്. ഡുബിയസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, ആന്റണിം സർട്ടൻ ആണ്.
അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിച്ചേരുക, അതിന്റെ ആന്റണി ചെയ്യുക. വാനിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈഡ് ആണ് അല്ലെ, നമ്മുടെ വാനിറ്റി ബാഗ് ആയിട്ടൊക്കെ ഓർത്ത് വെക്കാം. അതിന്റെ ആന്റണിം എന്താണ്? ഹ്യൂമിലിറ്റി ആണ്. ഹ്യൂമിലിറ്റി, വിനയം, അച്ചടക്കമുള്ള. മഡിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്, അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് അല്ലെ, വളരെ ഓർഡർ ആയിട്ടുള്ള അല്ലെ. കംപ്ലേസന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സാറ്റിസ്ഫൈഡ്, കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടിയെന്ന് ഓർത്ത് വെക്കാം. അപ്പോ അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് സാറ്റിസ്ഫൈഡ് അല്ലാത്ത, അൺകൺസേൺഡ്. ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നിമിഷം മാത്രം നിൽക്കുന്ന അല്ലെ, എഫേമറൽ, മൊമെന്ററി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫ്ലീറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, ഒരു നിമിഷം മാത്രം നിൽക്കുന്ന. അപ്പൊ അതിന്റെ ആന്റണിം എന്താ? പെർമനന്റ് ആണ്. നൊട്ടോറിയസ്, നൊട്ടോറിയസ് ക്രിമിനൽ, ഇത് സിനോണിം ആണ്, പ്രത്യേകം പഠിച്ചേക്കണേ, മാറിപ്പോകരുത്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള, കുപ്രസിദ്ധമായിട്ടുള്ള കേട്ടോ. എബ്സേർഡും അതേപോലെ തന്നെ പ്രപ്പോസ്റ്ററസ്, റിഡിക്യുലസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൂളിഷ് ആണ്. ആന്റണിം എന്താ? എല്ലാവരും വേഗം ആലോചിച്ചിട്ട് പറഞ്ഞാൽ സെൻസിബിൾ ആയിട്ടുള്ള, ഫൂളിഷ് അല്ലാത്ത, ലോജിക് ഒക്കെ യൂസ് ചെയ്യുന്ന, സെൻസിബിൾ ആയിട്ടുള്ള അല്ലെ. റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക, അതിന്റെ ആന്റണിം എന്താണ്? കോംപ്ലിമെന്റ്. ഓക്കെ, പുകഴ്ത്തുക, പ്രൈസ് ചെയ്യുക അല്ലെ. യെസ്. അപ്പൊ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. സ്റ്റെയിൽ ആണ്. സ്റ്റെയിലിന്റെ ആന്റണിം വരുന്നത് ഫ്രഷ് ആണ് കേട്ടോ. സ്റ്റെയിലിന്റെ ആന്റണിം എന്താണ്? ഫ്രഷ് ആണ്. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പഴകിയ അല്ലെ, പഴകിയ ഫുഡ്, സ്റ്റെയിൽ ഫുഡ് ഐറ്റംസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായത് പഴകിയിട്ടുള്ള ഭക്ഷണം. ഓക്കെ, അപ്പൊ സ്റ്റെയിലിന്റെ ആന്റണിം ആയിട്ട് പറയുന്നത് ഫ്രഷ് എന്നുള്ളതാണ്. ഇനി മിനിസ്ക്യൂൾ. മിനിസ്ക്യൂൾ എന്ന് പറഞ്ഞാല് ആ മിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ചെറു, സ്മോൾ എന്നുള്ളൊരു മീനിങ് ആണ് മിനിസ്ക്യൂൾ. മിനി അല്ലെങ്കിൽ മൈക്രോ എന്നൊക്കെ പറയുമ്പോൾ ചെറുതാണല്ലോ, അപ്പൊ മിനിസ്ക്യൂൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്. അതിന്റെ ആന്റണിം എന്താണ്? ജൈജാന്റിക്. ഇതെല്ലാം ആന്റണിം ജൈജാന്റിക്, വളരെ വലുതായിട്ടുള്ള, ഹ്യൂജ് ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ കൊളോസൽ ആയിട്ടുള്ള, വളരെ വലുതായിട്ടുള്ള, അതിനെയാണ് നമ്മൾ ജൈജാന്റിക് എന്നൊക്കെ പറയാം അല്ലെ. ജെയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. ഇനി സെൻഷ്വർ. സെൻഷ്വർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ റിബ്യൂക്ക് ചെയ്യുക. റിബ്യൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? റിബ്യൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെ. അതിന്റെ ആന്റണിം എന്താ? പ്രേസ് ചെയ്യുക, പുകഴ്ത്തുക, നമ്മുടെ കോംപ്ലിമെന്റ് ഒക്കെ പറഞ്ഞ പോലെ കേട്ടോ. അപ്പൊ സെൻഷ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിറ്റിസിസം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, അതിന്റെ ആന്റണിം ഇറ്റ് പ്രേസ് ആണ്, പ്രേസ്. അടുത്തത് ജിയോ പാർഡൈസ്. ജിയോ പാർഡൈസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ജിയോ ഫോണൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസ്ക് ആണെന്ന് വെറുതെ ഓർത്ത് വെക്കട്ടോ, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഓർക്കുക. അപ്പൊ ജിയോ പാർഡൈസ് എന്ന് പറയുമ്പോൾ ആ ജിയോ ഫോണും അല്ലെങ്കിൽ ജിയോ സിമ്മോ എന്തെങ്കിലും ആയിട്ട് ഓർക്കുക, റിസ്ക് ആണെന്ന് ഓർക്കാം. അതിന്റെ ആന്റണിം എന്തായിരിക്കും? പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ, സേഫ് ആക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ജിയോ പാർഡൈസിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. ഇനി ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ ഹേസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അല്ലെ. ഹേസ്റ്റി, വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിട്ടാ വരുന്നത്? കോഷ്യസ് ആയിട്ട്, നമ്മൾ വളരെ സൂക്ഷിച്ച്, വളരെ ഫാസ്റ്റ് ആയിട്ടല്ല, നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യാന്നൊക്കെ പറയില്ലേ, കോഷ്യസ് ആവുക. അപ്പൊ അതാണ് ഹേസ്റ്റിയുടെ ആന്റണിം ആയിട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിന്റെ എല്ലാ മീനിങ്സ് മനസ്സിലാക്കിയിട്ട് ആന്റണിംസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനി വിറുലന്റ്. വിറുലന്റ് എന്ന് പറഞ്ഞാൽ പോയിസണസ് ആയിട്ടുള്ള, ഓക്കെ, ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വിറുലന്റ് കേട്ടോ. ഓക്കെ, വിറുലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിസണസ് ആയിട്ടുള്ള, പോയിസണസ് ആയിട്ടുള്ള. ഇനി അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് സേഫ്, പോയിസണസ് അല്ലാണ്ട് വളരെ സേഫ് ആയിട്ടുള്ള. ഓക്കെ, ഫെർട്ടൈലിന്റെ ആന്റണിം ബാരൻ. ഇത് PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെ, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള. ഫെർട്ടൈൽ, ഫെർട്ടൈൽ ലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടും അല്ലെ, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ബാരൻ ആണ്. ബാരൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഓക്കെ, പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ടുള്ള അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നിനെയാണ് ബാരൻ എന്ന് പറയാ. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, എന്ത് ചെയ്തിട്ടും, എന്ത് കൃഷിയൊക്കെ ചെയ്തിട്ടും പ്രൊഡക്ഷൻ ഒന്നും കിട്ടാത്ത, അത് നമുക്കൊരു ഭാരമായിരിക്കും അല്ലെ, അങ്ങനെ തന്നെ ഓർത്ത് വെക്കാലോ. അപ്പൊ ബാരൻ എന്ന് പറയുമ്പോൾ ഭാരമായിരിക്കും, അൺപ്രൊഡക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ണ്ടോ? ഇനി അടുത്തത് അക്യൂട്ട് ആണ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പ് ആയിട്ടുള്ള, വളരെ മൂർച്ചയുള്ള, ഷാർപ്പ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ അക്യൂട്ട് എന്ന് പറയുക. വേണമെങ്കിൽ അക്യൂട്ട് ആംഗിൾ എന്നൊക്കെ ഓർക്കുക അല്ലെ, കുറച്ച് ഷാർപ്പ് ആയിട്ടുള്ള, അധികം ഷാർപ്പ് അല്ലാത്ത, കേർവ്ഡ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ബ്ലണ്ട് വരുന്നത്. നമുക്കിവിടെ നോക്കാം. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ പഴകിയ, അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഫ്രഷ് ആണ്. മിനിസ്ക്യൂൾ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള, സ്മോൾ ആണ് അല്ലെ, അതിന്റെ ആന്റണിം എന്താ? ജൈജാന്റിക്. സെൻഷ്വർ എന്ന് പറഞ്ഞാല് സെൻഷ്വർ, അതിന്റെ ആന്റണിം എന്താണ്? പ്രൈസ് ആണ് അല്ലെ. റിബ്യൂക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് സെൻഷ്വറിന്റെ വരുന്നത്. ജിയോ പാർഡൈസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് അല്ലെ, നമ്മുടെ ജിയോ സിമ്മോ ഫോണോ ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക.
അതിന്റെ ആന്റണിം പ്രൊട്ടക്റ്റ് ആണ്. ഹേസ്റ്റി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ അതിന്റെ ആന്റണിം കോഷ്യസ് ആണ്. വളരെ എന്താ പറയാ, ശ്രദ്ധിച്ച് ചെയ്യുക, കെയർഫുൾ ആയിട്ട്, കോഷ്യസ് ആയിട്ട്. വിർലന്റ് എന്ന് പറഞ്ഞാൽ പോയിസണസ് ആണ്. ആന്റണിം ഇറ്റ് ഇസ് പോയിസൺ ഇല്ലാതെ സേഫ് ആയിട്ടുള്ള. ഫെർട്ടൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക. ഫെർട്ടൈലിന്റെ ആന്റണിം ഇറ്റ് ഇസ് ബാരൻ. ബാരൻ എന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ആണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്തേക്ക. അക്യൂട്ട് എന്ന് പറഞ്ഞാല് ഷാർപ്പ് കേട്ടോ, ഷാർപ്പ് ആയിട്ടുള്ള. അതിന്റെ ആന്റണിം എന്താണ്? ബ്ലണ്ട് ആണ്. ഷാർപ്പ് അല്ലാത്ത ഒരു ചെറിയൊരു എന്താ പറയാ, കേർവ്ഡ് ആയിട്ടുള്ള, ബ്ലണ്ട്, അത്ര ഷാർപ്പ് അല്ലാത്ത. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. അടുത്ത് നോക്കിയേ, ക്വെൽ. QUELL. ക്വെൽ എന്ന് പറഞ്ഞാൽ പുട്ട് ആൻ എൻഡ് ടു. ഓക്കെ, അതായത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ക്വെൽ. ഇപ്പൊ ഒരാളെ നമ്മൾ കൊല്ലുക എന്ന് തന്നെ നമുക്ക് ഓർക്കാം അല്ലെ. കൊന്നു കഴിഞ്ഞാൽ, കൊല്ല് കഴിഞ്ഞാൽ ഒരു അവസാനമായി എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് എന്താ? സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സപ്പോർട്ടാണ്. നമ്മുടെ ഓപ്ഷൻസിൽ പലതും ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അല്ലാണ്ട് ക്വെല്ലിന്റെ ആന്റണിം സപ്പോർട്ട് അങ്ങനെയൊന്നും പഠിച്ചു പോകരുത്. മീനിങ് മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് നമ്മുടെ 4 ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ബബിൾ ചെയ്യുക കേട്ടോ. ഇനി പ്രൊലോങ്. പ്രൊലോങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോങ് എന്നുണ്ട് അല്ലെ. ലോങ് എന്ന് പറയുമ്പോൾ ലെങ്തി ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ആന്റണിം എന്താ? ഷോർട്ടൻ ഇല്ലേ. പ്രൊലോങ്ങിന്റെ ആന്റണിം ലെങ്തി അല്ലാത്ത, കുറച്ചുള്ള, ഷോർട്ട് ആയിട്ടുള്ള അല്ലെ, ഷോർട്ടൻ ആണ് വരുന്നത്. ടൈറന്റ്. ടൈറന്റ് എന്ന് പറഞ്ഞാൽ ക്രൂവലാണ് അല്ലെ. ടൈറന്റ് റൂൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഹിസ്റ്ററിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടൈറന്റ്. അപ്പോ അതിന്റെ ആന്റണിം എന്തായിരിക്കും? ബെനിഫാക്ടർ. ബെനിഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പലപ്പോഴും ഇതേപോലെ ഒരു വേർഡ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ബെനിഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന, അതിപ്പോ എന്താ പറയാ, മോണിറ്ററി രീതിയിലായിരിക്കും, ഫിനാൻഷ്യലി ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാണ്ടുള്ള കെയർ ആയിരിക്കും. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ ബെനിഫാക്ടർ എന്ന് പറയാം കേട്ടോ. ബെനിഫാക്ടർ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം ബെനിഫാക്ടർ. അപ്പൊ ടൈറന്റിന്റെ ആന്റണിം ഇറ്റ് ഇസ് ബെനിഫാക്ടർ. ബെനിഫാക്ടർ. ഇത് നോക്കിയേ, ഡെലീഷ്യസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അല്ലെ, ഡെലീഷ്യസ്. അതിന്റെ ആന്റണിം ഇറ്റ് ഇസ് ഇൻസിപ്പിഡ്. ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാല് ടേസ്റ്റ്ലെസ്. എന്താണ്? ടേസ്റ്റ്ലെസ്. ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാല് ടേസ്റ്റ്ലെസ് ആണ്, ടേസ്റ്റ് ഇല്ല. ഇപ്പൊ ടേസ്റ്റ് കുറഞ്ഞിട്ടുള്ള അല്ലെ. അപ്പൊ ഒരു സിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ടേസ്റ്റ് അറിയില്ല എന്നൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇൻസിപ്പിഡ് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. വാട്ട് യു മീൻ ബൈ ഇൻസിപ്പിഡ്? ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്ലെസ് ആണ്. ഓക്കെ, ടേസ്റ്റ് കുറഞ്ഞിട്ടുള്ള. അപ്പൊ അതിന്റെ ആന്റണിം ആണ് നമ്മുടെ ഡെലീഷ്യസ് കേട്ടോ. യെസ്. ഇനി നോക്കിയേ, കൊയേഴ്സ്. കൊയേഴ്സിന്റെ ആന്റണിം സ്മൂത്ത് ആണ്. കൊയേഴ്സ് എന്ന് പറഞ്ഞാൽ പരിപരുക്കമുള്ള, സ്മൂത്ത് അല്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ് കൊയേഴ്സ്. ഓക്കെ, അപ്പൊ കൊയേഴ്സിന്റെ ആന്റണിം എന്താണ്? സ്മൂത്ത് ആണ്. ഇനി വൈല്. VILE. വൈൽ എന്ന് പറഞ്ഞാല് എന്താ? ബാഡ് അല്ലെങ്കിൽ ഈവിൾ. ഓക്കെ, എന്നുള്ളൊരു മീനിങ് ആണ്. ഈവിൾ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്, പൈശാചികമായിട്ടുള്ള അല്ലെ. അപ്പൊ വയലിനകത്ത് നോക്കിയേ, EVIL ഒക്കെ ഉണ്ടല്ലോ അല്ലെ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവിൾ എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും, മീനിങ്ങിലേക്ക് എത്താൻ പറ്റും അല്ലെ. അപ്പൊ വയൽ എന്ന് പറഞ്ഞാൽ ഈവിൾ ആണ് കേട്ടോ. അപ്പൊ ഈവിൾ അല്ലാത്ത വളരെ ഡീസെന്റ് ആയിട്ടുള്ള അല്ലെ, വളരെ ഡീസെന്റ് ആണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേർഡ്സുകൾ ഉണ്ട്. നമുക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സ്റ്റാർട്ടിൽ, അത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിൽ ചെയ്യാന്ന് പറഞ്ഞാല് വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള. സ്റ്റാർട്ടിൽ. ഓക്കെ, ടെൻസ്ഡ്. നമ്മൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ. ടെൻസ്ഡ്, ആ സ്റ്റാർട്ട് ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? ടെൻസ്ഡ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ടെൻസ്ഡ് അല്ലാത്ത വളരെ സൂത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാസിഫൈ ചെയ്യുക അല്ലെ, റിലാക്സിങ് ആയിട്ടുള്ള, അതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. അപ്പൊ സ്റ്റാർട്ടിലിന്റെ ആന്റണിം എന്താണ്? സൂത്ത് ആണ് കേട്ടോ, സൂത്ത് ആണ്. ഇനി എഫ്ലുവൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. എഫ്ലുവൻസ്. എഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ള അല്ലെ. റിച്ച്, ഫ്ലുവന്റ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ റിച്ച് ആണ്. വെറുതെ ഓർത്ത് വെക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് ആണ്. എല്ലാവരും അങ്ങനെ തന്നെ കാണുക. അപ്പൊ എഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റിച്ച് ആണ്, അല്ലെങ്കിൽ എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് എഫ്ലുവന്റ് ഉണ്ട്, ഉണ്ട് അല്ലെ. എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ്ലുവന്റ് വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ വേസ്റ്റ് നോക്കാം കേട്ടോ. വരികയാണെങ്കിൽ വേസ്റ്റ് ആണ്, എഫ്ലുവന്റ് ആണെങ്കിലാണ് റിച്ച് ആയിട്ട് വരിക. ആന്റണിം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. റിച്ചിന്റെ ആന്റണിം എന്താ? പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോവേർട്ടി അല്ലെ. യെസ്. ഇനി അടുത്തത് ട്രഷറസ്. ട്രഷറസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഡേഞ്ചറസ് ആണ്. ട്രഷറസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കേട്ടോ.
ആന്റണിയുമായിട്ട് വരുന്നത് ഫെയ്ത്ത്ഫുൾ, ഡേഞ്ചറസ് ഒന്നും അല്ലാണ്ട് വളരെ ലോയൽ ആയിട്ടുള്ള, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള. ഓക്കെ, അതാണ് ട്രഷറസിന്റെ ആന്റണിയുമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ മീനിങ് പഠിച്ചു വെച്ചേക്കുക. ട്രഷറസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡേഞ്ചറസ് എന്നുള്ളത് പഠിച്ചു വെക്കുക. എന്നാലും നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ട്രഷറസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ആർ മാറ്റി കഴിഞ്ഞാൽ ടീച്ചർ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാം അല്ലെ. ടീച്ചർ, അപ്പൊ ടീച്ചർ, ചില ടീച്ചേഴ്സ് കുറച്ച് ഡേഞ്ചറസ് ആണ്, നമ്മളെ നന്നായിട്ട് അടിക്കും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോ ട്രഷറസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡേഞ്ചറസ് ആണ്. അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് ദാറ്റ് ഇസ് ഫെയ്ത്ത്ഫുൾ, ഫെയ്ത്ത്ഫുൾ. ഇനി അടുത്ത വേർഡ് നോക്കിയേ, സ്ലാൻഡർ. ഈ വേർഡ് ഓർമ്മയുണ്ടോ, സ്ലാൻഡർ? എന്താണ് സ്ലാൻഡർ? നമ്മൾ പറഞ്ഞില്ലേ, സ്ലാന്റിംഗ് ലൈൻ പോലെ ചെരിഞ്ഞു പോവാണ് അല്ലെ, ഡീഫെയിം ചെയ്യുക, അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ചെരിഞ്ഞു വരുന്നു അല്ലെ, അപകീർത്തിപ്പെടുത്തിയപ്പോ നമ്മൾ ആകെ ഇങ്ങനെ തളർന്ന് ചെരിഞ്ഞു പോയി എന്നൊക്കെ ഓർത്തു വെക്കാം. സ്ലാൻറ്റർ, ഐ മീൻ സ്ലാൻഡർ. അതിന്റെ ആന്റണിം അഡ്മയർ ചെയ്യുക, പ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക, കോംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. അതാണ് നമ്മൾ കുറച്ച് മീനിങ്സ് ആയിട്ട് വരുന്നത്. സ്ലാൻഡറിന്റെ ആന്റണിം എന്താണ്, അഡ്മയർ ആണ് കേട്ടോ. ഇതെല്ലാം ആന്റണിംസ് ആണ്. സിനോണിം ആണെങ്കിൽ ഒരൊറ്റ വേർഡ് മാത്രമേ നമ്മൾ സിനോണിം ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാ ആന്റണിംസ് ആണ്. പിന്നെ ഫിക്കിൾ, ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഫിക്കിൾ, ഫിക്കിളിന്റെ ആന്റണിം കോൺസ്റ്റന്റ് ആണ്. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ, ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചിങ് ആണ്, ചേഞ്ചിങ്. ഓക്കെ, അപ്പോ ഈ ഫിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പിക്കിൾ എന്ന് ആലോചിക്കാം. പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, അച്ചാർ അല്ലെ. അപ്പോ നമ്മള് ഈ പിക്കിള് എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിപിയും അതുപോലുള്ള കൊളസ്ട്രോൾ ഒക്കെ ചേഞ്ച് ചെയ്യും എന്ന് ഓർക്കാം. പിക്കിൾ അല്ല, ഫിക്കിൾ ആണ്. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ആണ്. അപ്പൊ അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് എന്താ, ചേഞ്ച് ചെയ്യാത്ത അല്ലെ, കോൺസ്റ്റന്റ് ആയിട്ട്. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ആലോചിച്ചോളൂ, കോൺസ്റ്റന്റ് ആയിട്ട് പിക്കിള് കഴിക്കാൻ പാടില്ല. പാടില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻറ്റു കേട്ടോ. ആ ഇൻറ്റു കാണുമ്പോൾ മനസ്സിലാക്കണം എന്താ, ആന്റണിം ആണ്, ആന്റണിം ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് പിക്കിള് കഴിക്കാൻ പാടില്ല, ഇൻറ്റു, ആന്റണിം. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ക്വെൽ എന്ന് പറഞ്ഞാല് പുട്ട് ആൻ എൻഡ് ടു. ഓക്കെ, അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് സപ്പോർട്ട് ചെയ്യുക. പ്രൊലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള അല്ലെ, അപ്പൊ ഷോർട്ടൻ. ടൈറന്റ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ ആണ്. ആന്റണിം ആയിട്ട് വരുന്നത് സപ്പോർട്ടിങ്, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ബെനിഫാക്ടർ അല്ലെ. ഡെലീഷ്യസിന്റെ ആന്റണിം ഇറ്റ് ഇസ് ഇൻസിപ്പിഡ് ആണ്, അല്ലെങ്കിൽ യെസ്, ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ലെസ് ആണ്. കൊയേഴ്സ് എന്ന് പറഞ്ഞാല് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള. വൈൽ എന്ന് പറഞ്ഞാൽ ഈവിൾ എന്നുള്ള ഒരു മീനിങ് ആണ്. ആന്റണിം ഇറ്റ് ഇസ് ഡീസന്റ് ആണ്. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ, ടെൻസ്ഡ് ആണ്. ആന്റണിം എന്താണ്, വളരെ സൂത്ത് ചെയ്യുന്ന അല്ലെ. പിന്നെ എഫ്ലുവൻസ്, സ്പെല്ലിംഗ് നോക്കണം, എ ആണ്. എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ റിച്ച്, അല്ലെങ്കിൽ ഒപ്പുലന്റ്. ഓർമ്മ കിട്ടുന്നുണ്ടോ, ഒപ്പുലന്റ്? നമ്മൾ പറഞ്ഞില്ലേ, ഒപ്പ് കിട്ടാൻ വേണ്ടിട്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതാണ് എഫ്ലുവൻസ്, റിച്ച്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് പോവർട്ടി. ട്രഷറസ്, ട്രഷറസ് എന്ന് പറഞ്ഞാല് ഡേഞ്ചറസ് എന്നുള്ള ഒരു മീനിങ് ആണ്. ടീച്ചർ, ഡേഞ്ചർ എന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. ആന്റണിം ആയിട്ട് വരുന്നത് ഫെയ്ത്ത്ഫുൾ ആണ്. സ്ലാൻഡർ, അപകീർത്തിപ്പെടുക അല്ലെ. അപ്പൊ സ്ലാൻഡർ ആന്റണിം ആയിട്ട് വരുന്നത് അഡ്മയർ ചെയ്യുന്ന, റെസ്പെക്ട് ചെയ്യുന്ന, പുകഴ്ത്തുന്ന. ഫിക്കിളിന്റെ ആന്റണിം ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്കിള് കഴിക്കല്ലേ, ഓപ്പോസിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഫിക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ചേഞ്ചിങ് ആണ് കേട്ടോ. ഓക്കെ, എക്യുമെൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്യുമെൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെന്റ്സ് ആണ്. എക്യുമെൻ, എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെന്റ്സ്, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്യുമെൻ എന്ന് പറയാ. ഓക്കെ, അപ്പൊ ചില മെന്നിന് അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റും നോക്കാം. അല്ല, അപ്പൊ അക്യുറേറ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് എടുക്കാൻ കഴിവുള്ള മെന്നുണ്ടെന്ന് ഓർക്കാം. എക്യുമെൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെന്റ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് എന്താ, എബിലിറ്റി ഒന്നും ഇല്ലാത്ത അല്ലെ. അപ്പൊ സ്റ്റുപ്പിഡിറ്റി ആണ്. സ്റ്റുപ്പിഡിറ്റി എന്നുള്ളതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. ഇനി എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ് എലിവേറ്റ് ചെയ്യുക. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് എഗ്രവേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക കേട്ടോ. എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആന്റണിം ആയിട്ട് വരുന്നത് എഗ്രവേറ്റ് ആണ്. ഒഡാസിറ്റി, ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബോൾഡ് ആയിട്ടുള്ള അല്ലെ. ഒഡാസിറ്റി നമുക്ക് വേണമെങ്കിൽ സിറ്റിയിൽ ഓടണ കാര്യമൊക്കെ ഓർക്കാം. ഒഡാസിറ്റി, സിറ്റിയിൽ ഓടുക എന്നൊക്കെ ഓർക്കാം. ഈ സിറ്റി കൂടെ ഒക്കെ ഓടുക എന്ന് പറഞ്ഞാല് അല്ലെ, ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചെയ്യാന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആയിട്ടുള്ള, ബോൾഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതിന്റെ ആന്റണിം എന്താ, ഭീരുത്വമുള്ള, കവേർഡ് ഐസ് അല്ലെ. കവേർഡ് ഐസ് എന്ന് പറഞ്ഞാൽ പേടിയുള്ള, ഭീരുത്വമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്.
ഇനി ബസ്സിൽ കിട്ടുന്നുണ്ടോ? ബസ്സിൽ ചെയ്യാന്ന് പറഞ്ഞാല് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ബസ്സിൽ എന്ന് പറഞ്ഞാല് ഹറി അല്ലെ? ബസ്സിൽ നമ്മൾ ഹറി ചെയ്ത് ഓടിപ്പോയി, ക്വിക്ക് ആയിട്ട് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ബസ്സിൽ എന്ന് പറഞ്ഞാല് ഹറിയാണ്. ആന്റണിം എന്താ? ഹറി ഇല്ലാത്ത, സ്ലോ ആയിട്ടുള്ള. ഓക്കെ. അടുത്തത് കെലൗസ് ആണ്. കെലൗസ് നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട്. SSC ലെവലിൽ വന്നിട്ടുള്ള ഒരു വേർഡും കൂടിയാണ്. കെലൗസ് എന്ന് പറഞ്ഞാൽ അൺഫീലിംഗ്, ഫീലിംഗ് ഒന്നും ഇല്ലാണ്ടുള്ളത് കേട്ടോ. കെലൗസ്. ഓക്കെ. അൺഫീലിംഗ്. അപ്പൊ ചില ആൾക്കാർ എത്ര കോൾ ചെയ്താലും തിരിഞ്ഞു നോക്കാണ്ട് അല്ലെ, അവരെ സഹായിക്കാണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ കെലൗസ് എന്ന് പറഞ്ഞാല് ഫീലിംഗ്, അൺഫീലിംഗ് കേട്ടോ. എത്രയൊക്കെ വിളിച്ചാലും കോൾ ചെയ്താലും അൺഫീലിംഗ്, അവർക്ക് വലിയ എന്താ പറയാ ഫീലിങ്സ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കാം. അൺഫീലിംഗ് ആണ് കെലൗസ്. ആന്റണിം ആയിട്ട് വരുന്നത് വളരെ കമ്പേഷനേറ്റ് ആയിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ കമ്പേഷനേറ്റ് ആയിട്ട്. ഓക്കെ. കൺസോളിഡേറ്റ്. സോളിഡ് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ അതിനകത്ത്. കൺസോളിഡേറ്റ്, സോളിഡിഫൈ ചെയ്യുക, കൂടിച്ചേരുക, അല്ലെങ്കിൽ വളരെ ഉറപ്പുള്ള, റിജിഡ് ആയിട്ടുള്ള അല്ലെ. കൺസോളിഡേറ്റ്. റിജിഡ് അല്ലാണ്ട് സെപ്പറേറ്റ് ആവുക എന്നുള്ളതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. സെപ്പറേറ്റ്. ഈ സെപ്പറേറ്റ് നോക്കുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് നോക്കുക. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ പാരയുണ്ട് കേട്ടോ അതിനകത്ത്. സെപ്പറേറ്റ്. അപ്പൊ ആൾക്കാർ സെപ്പറേറ്റ് ആവുന്ന എപ്പോഴാ? ആരെങ്കിലും ഒക്കെ പാര വെക്കുമ്പോഴാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചേക്കണേ. സെപ്പറേറ്റ്, ഒരു പാര അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അടുത്ത വേർഡ് നോക്കാം. എൻഡെവർ. എൻഡെവർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റംപ്റ്റ് ആണ് അല്ലെ. അറ്റംപ്റ്റ് ആണ് ഞാൻ എഴുതണേ. അറ്റംപ്റ്റ്. ജസ്റ്റ് ആലോചിക്കാം. എൻഡ് നെവർ എന്ന് ആലോചിക്കാം. എൻഡ് നെവർ. ഒരിക്കലും നമ്മുടെ അറ്റംപ്റ്റുകൾ എൻഡ് ചെയ്യരുത് എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കാം. മീനിങ് ആണ് പറയുന്നത്. എൻഡെവർ എന്ന് പറയുമ്പോൾ എൻഡ് നെവർ, ഒരിക്കലും അറ്റംപ്റ്റുകൾ എൻഡ് ചെയ്യരുത്. അപ്പൊ എൻഡെവർ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ക്വിറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ അറ്റംപ്റ്റ് ചെയ്യേണ്ട, ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. ഇനി ഫീബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫീബിൾ എന്ന് പറഞ്ഞാല് വീക്ക് ആയിട്ടുള്ള അല്ലെ, അധികം സ്ട്രോങ് അല്ലാണ്ട് വീക്ക് ആയിട്ടുള്ള, ഫീബിൾ ആയിട്ടുള്ള. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഫീബിൾ, വീക്ക് ആയിട്ടുള്ള. ആന്റണിം എന്താ? സ്ട്രോങ് അല്ലെങ്കിൽ റോബസ്റ്റ്. ഓക്കെ. റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോബസ്റ്റ പഴം ഒക്കെ ആലോചിക്കുക അല്ലെ. ഈ പച്ച കളറുള്ള പഴം, റോബസ്റ്റ പഴം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആവും എന്നൊക്കെ ജസ്റ്റ് ഓർത്തു വെക്കാം. അപ്പൊ ഫീബിൾ എന്ന് പറഞ്ഞാൽ വീക്ക് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് പറയുന്നത് എന്താ? റോബസ്റ്റ് ആണ് കേട്ടോ. റോബസ്റ്റ് ആണ്. ഇനി ഹാമ്പർ. ഹാമ്പർ ചെയ്യാന്ന് പറഞ്ഞാല് പ്രിവെന്റ് ചെയ്യുക. ഹാമ്പർ. ഹാമ്പർ എന്ന് പറഞ്ഞാല് പ്രിവെന്റ് ചെയ്യുക, അവരെ പ്രിവെന്റ് ചെയ്യുക. ഇപ്പൊ പ്രിവെന്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെ. പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. ഹാമ്പർ. ഓക്കെ. ഹാമ്പർ എന്ന് പറഞ്ഞാല് പ്രിവെന്റ് ചെയ്യുക. ഇനി പെറിൽ ആലോചിച്ച് നോക്കിയാൽ പെറിൽ കിട്ടുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പെറിൽ എന്ന് പറഞ്ഞാല് ഡേഞ്ചറസ് അല്ലെ. ഡേഞ്ചറസ് നമ്മൾ പറഞ്ഞിരുന്നു. ചില ആൾക്കാരുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ ഡേഞ്ചറസ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കിരിക്കടൻ ജോസ് ഒക്കെ പോലെ അല്ലെ, പേര് കേൾക്കുമ്പോൾ അറിയാലോ. അപ്പൊ അതിന്റെ ആന്റണിം ആയിട്ട് പറഞ്ഞത് സെക്യൂരിറ്റി ആണ്. ഡേഞ്ചറസ് അല്ലാണ്ട് വളരെ സെക്യൂരിറ്റി ഉള്ള, സേഫ് ആയിട്ടുള്ള. ഓക്കെ. അതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. അടുത്തത് ഇമ്പൾസീവ്. ഇമ്പൾസീവ് നേച്ചർ, പെട്ടെന്ന് എടുത്തുചാട്ടം അല്ലെ. ഇംപെറ്റുവസ് എന്ന് പറഞ്ഞാലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള. പെറ്റുവസ്, പെട്ടെന്ന് തന്നെ എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഇമ്പൾസീവ് അല്ലെങ്കിൽ ഇംപെറ്റുവസ് എന്നൊക്കെ പറഞ്ഞാല് എന്താ? പെട്ടെന്ന് തന്നെ, ക്വിക്ക് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് എന്താ? കോഷ്യസ് ആയിട്ടുള്ള. കോഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ, ശ്രദ്ധിച്ച് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യുക അല്ലെ. വളരെ സേഫ് ആയിട്ട് ശ്രദ്ധയോടെ ചെയ്യുക. അപ്പൊ അതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വേർഡ്സുകൾ ഒന്നും കൂടെ നോക്കാം. എക്യുമെൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് ജഡ്ജ്മെന്റ്. ആന്റണിം ഇറ്റ് സ്റ്റുപ്പിഡിറ്റി. ഇനി എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിഡ്യൂസ് ചെയ്യുക. ആന്റണിം എന്താ? കൂട്ടുക അല്ലെ. എഗ്രവേറ്റ് ചെയ്യുക. ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആണ്. ആന്റണിം ഇറ്റ് ഇസ് കവേർഡ് ഐസ്, ഭീരുത്വമുള്ള. ബസിൽ എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആണ്. ആന്റണിം സ്ലോനെസ് ആണ്. കെലൗസ് എന്ന് പറഞ്ഞാൽ അൺഫീലിംഗ് ആണ്. ആന്റണിം കമ്പേഷനേറ്റ് ആയിട്ടുള്ള. കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡിഫൈ. ആന്റണിം എന്താ? സെപ്പറേറ്റ്, സെപ്പറേറ്റ്. എൻഡെവർ, എൻഡ് നെവർ അല്ലെ. എൻഡ് നെവർ, അറ്റംപ്റ്റ് എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ എൻഡെവർ എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ക്വിറ്റ് ആണ്. ഫീബിൾ. ഫീബിളിന്റെ ആന്റണിം എന്താ? ഫീബിൾ എന്ന് പറഞ്ഞാല് വീക്ക് ആയിട്ടുള്ള അല്ലെ. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് സ്ട്രോങ്ങും അതേപോലെ തന്നെ റോബസ്റ്റ്. ഹാമ്പർ എന്ന് പറഞ്ഞാല് പ്രിവെന്റ് ആണ്. ആന്റണിം ആയിട്ട് വരുന്നത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പെറിൽ എന്ന് പറഞ്ഞാൽ എന്താ? പെറിൽ ഡേഞ്ചറസ് അല്ലെങ്കിൽ റിസ്ക്, ഡേഞ്ചറസ് എന്നുള്ള ഒരു മീനിങ് ആണ്. ആന്റണിം എന്താ? സെക്യൂരിറ്റി അല്ലെ. ഇനി ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ ഇംപെറ്റുവസ്, പെട്ടെന്ന് തന്നെ. കോഷ്യസ് ആണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്.
അപ്പൊ ഇത്രയും ആന്റണിംസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം എല്ലാവരുടെയും കമന്റ്സും കൂടെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും റീകളക്ട് ചെയ്ത് നോക്കട്ടോ. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ എല്ലാവരും റീകളക്ട് ചെയ്യുക. പറ്റുന്ന ആൾക്കാർ എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫിക്കിളിന്റെ ആന്റണിം എന്താണ്? ഓർമ്മ കിട്ടുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.